പ്ലേ സ്റ്റോറിനകത്ത് ചെറിയൊരു ടിപ്സാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പല ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും. പക്ഷേ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ അത് എവിടെ നിന്ന് കിട്ടും, ആ ഒരു ആപ്ലിക്കേഷൻ എവിടെയാണെന്ന് നമ്മൾ അന്വേഷിച്ച് നടക്കും. പക്ഷേ നമ്മൾ പ്ലേ സ്റ്റോറിനകത്തൊരു ടിപ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞ ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കുകയും അത് അവിടെ വെച്ച് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ പ്ലേ സ്റ്റോറിനകത്തുള്ള ചെറിയൊരു ടിപ്സാണ്, നമുക്കത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനുമുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. കൂടുതൽ ടെക്നോളജി അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ മെയിൻ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഞാൻ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇതുപോലെ കാണാൻ സാധിക്കും. നമ്മുടെ പ്ലേ സ്റ്റോറിൻ്റെ ഏറ്റവും മുകളിൽ ഒരു പ്രൊഫൈൽ പിക്ചർ കാണും. നമ്മളത് ക്ലിക്ക് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്നൊരു ഓപ്ഷൻ കാണും. നമ്മളത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ ഏറ്റവും മുകളിൽ നമുക്ക് ഓവർ വ്യൂ എന്നുള്ളതും മാനേജ് എന്നുള്ള രണ്ട് ഓപ്ഷൻ കാണും. ഇതിൽ മാനേജ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇതുപോലെ കാണാൻ സാധിക്കും. നമ്മുടെ മൊബൈൽ ഫോണിൽ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ വെച്ച് നമുക്കത് ഓരോന്നും ക്ലിക്ക് ചെയ്തുകൊണ്ട് കാണാനും അപ്ഡേറ്റ് ചെയ്യാനും മാത്രമല്ല അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ അറിയാനും നമുക്ക് സാധിക്കും. ഇനി ഏതെങ്കിലും അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ അപ്ഡേറ്റ്സ് അവൈലബിൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റിന് വന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ നമുക്ക് ഇവിടെ വെച്ച് കാണാൻ സാധിക്കും. ഗെയിംസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് കഴിഞ്ഞാൽ ഗെയിം ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത് നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത് പോയി ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇല്ല, അൺഇൻസ്റ്റാൾ ചെയ്ത് പോയ ആപ്ലിക്കേഷൻ കിട്ടണമെങ്കിൽ നമുക്കിവിടെ ഇൻസ്റ്റാൾഡ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇൻസ്റ്റാൾഡ് എന്നും നോട്ട് ഇൻസ്റ്റാൾഡ് എന്ന രണ്ട് ഓപ്ഷൻ കാണും. ഇവിടെ നോട്ട് ഇൻസ്റ്റാൾഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് കൊടുക്കുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ മൊബൈൽ ഫോണിൽ ഇപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൽ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ അത് പിന്നെ എൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ അത് അൺഇൻസ്റ്റാൾ ചെയ്ത എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഞാനത് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്യും, പരിചയപ്പെടുത്തിയതിന് ശേഷം അത് ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്യും. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കാണണമെങ്കിൽ ഇവിടെ ഏറ്റവും മുകളിൽ നോട്ട് ഇൻസ്റ്റാൾഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇൻസ്റ്റാൾഡ് എന്ന് കാണും. നോട്ട് ഇൻസ്റ്റാൾഡ് എന്ന് കാണുന്ന ഭാഗത്ത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. അപ്പോൾ വളരെ യൂസ്ഫുള്ളാണ്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ എപ്പോഴെങ്കിലും ഉപയോഗിച്ച് പിന്നെ ഡിലീറ്റ് ചെയ്ത് പോയി വീണ്ടും ആ ഒരു ആപ്ലിക്കേഷൻ വേണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്ലേ സ്റ്റോറിൻ്റെ സെറ്റിങ്സിൽ ഈ ഒരു ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നോട്ട് ഇൻസ്റ്റാൾഡ് എന്ന് കാണുന്ന ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.